ആ നാട്ടിൽ പോയിട്ടുള്ള മെമ്മറികളൊക്കെ ഇങ്ങനെ ചെകഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ അങ്ങനെ പെട്ടെന്ന് കണ്ണു കുരുക്കിയതാണ് ഈ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസിൽ ഇതെന്തൊക്കെയോ ആയിട്ട് ഞാൻ മറന്നുപോയതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് പതുക്കെ ആയിട്ട് ഓരോന്ന് മെമ്മറി ആയിട്ടെങ്കിലും എനിക്ക് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യണം ഒരു കുഞ്ഞൊരു ഷോർട്സിന് ഇട്ടാ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പിന്നെ മറക്കരുതിട്ടാ. അങ്ങനെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതിപ്പോൾ നമ്മൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മെമ്മറിയിലൊക്കെ ഒന്നൊന്ന് പറയാം. നാട്ടിൽ ലീവിന് പോയ സമയത്ത് ഞാൻ നാട്ടിലേക്ക് പൈസ അഴക്കണ സമയത്ത് മക്കൾക്ക് കാശ് കൊടുക്കലിടാൻ കുറച്ച് കാശ് ഞാൻ ഉമ്മയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അവർ കൂട്ടി വെച്ച കാശിന്ന് കാശ് കൊടുക്കൊക്കെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ എന്താണെന്നറിയില്ല, അത് എന്തൊക്കെ ആയിട്ട് മിസ്സായിപ്പോയി. അങ്ങനെ അന്ന് തന്നെ ഞാനും മക്കളും കൂടിയിട്ട് കുറച്ച് കാശൊക്കെ വേറെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഞാനും മക്കളും കൂടിയിട്ട് എനിക്ക് എന്തൊക്കെയോ ആയിട്ട് ഭയങ്കര പേടിയാണ് ബൈക്ക് പോകാൻ വേണ്ടിയിട്ട്. ബസ്സാവുമ്പോൾ പിന്നെ അത് സുഖമല്ലേ. അങ്ങനെ പിന്നെ കരുവപ്പടന്ന ബസ് സ്റ്റോപ്പിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ എന്നിട്ടാണ് പോയത്. അങ്ങനെ ശ്രീകാളിശ്ശേരി എത്തിയപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. എൻ്റെ ഉമ്മ എനിക്ക് ശ്വാസം മുട്ടായിട്ട് എന്നെ എടുത്ത് വലിച്ച് അവിടുത്തെ ഒരു ഹോമിയോ ഡോക്ടർ നാസർ ഡോക്ടർ ഉണ്ടായിരുന്നു. ആളൊക്കെ ഇപ്പം എവിടെയാണാവോന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ പോയൊരു ചെറിയൊരു മെമ്മറിയൊക്കെ വന്ന് അങ്ങനെ ഭീമ ജ്വല്ലറിയിലേക്ക് ഉണ്ട് ഞങ്ങൾ നേരെ പോണത്. അവിടെയൊക്കെ പോകാനൊരു വിഷയമുണ്ട്. അവിടെ എൻ്റെ കൂട്ടുകാരി എൻ്റെ വീടിൻ്റെ അയൽവാസിയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്കും ഒരു ഹാപ്പി ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഹാപ്പിനെസ് ആവുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം തന്നെ എനിക്ക് മെയിനായിട്ട് എനിക്കൊരു ആഗ്രഹം കമ്മൽ കുത്തണം. അതായത് സെക്കൻഡ് സ്റ്റെഡ് അല്ല, തേർഡ് സ്റ്റെഡ് അല്ല, ഇത് ഫോർത്ത് സ്റ്റെഡ് ഉണ്ടാകും. ആരും കുറ്റപ്പെടുത്തരുതേ, കളിയാക്കരുതേ. ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു ഹാപ്പിനെസ്സിൽ ഒരു ഭാഗമായിട്ടുള്ളത് മാത്രമാണ്. അങ്ങനെ കാശ് കൂട്ടി വെച്ച ആ ഒരു സന്തോഷത്തിൽ പിന്നെ എപ്പോഴെങ്കിലും സ്വർണം ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ആക്കാലോ എന്നുള്ളതിൽ ഞാൻ എൻ്റെ മോൾക്കും കൂടെ കുത്തി. അതിന് എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നും തത്തയുടെ കയ്യിൽ നിന്നും ഒരുപാട് കേട്ട് അവൾ അതിനുള്ള പ്രായമായിട്ടില്ല എന്നുള്ളതിൽ. എൻ്റെത് ഇതിപ്പോൾ മൂന്നാമത്തതല്ല, നാലാമത്തതും കുത്തി. അങ്ങനെ അവളുടെ കെയർ ഓഫിൽ ഞാനൊരു സ്വർണത്തിൻ്റെ അതായത് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ അവിടെ നിന്ന് അവളെ കെയർ ഓഫിൽ ചേർന്നിട്ട് 2 പോയിന്റ് സ്വർണ്ണം ഏകദേശം മേടിച്ച് ഇതിപ്പോൾ മൂന്നാമത്തെ വീണ്ടും ഞാനവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത 2 ആൾക്കാരെ വീഡിയോസൊക്കെ അവർ പെർമിഷൻ തന്ന് എടുത്തതുണ്ട്. പക്ഷെ അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെയും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് 3 ആളും കൂടി പുറത്ത് പോയാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ കാശ് കൊടുക്ക പൊട്ടിച്ചൊരു സന്തോഷം കൂടിയല്ലേ. അപ്പം ഞങ്ങൾ 3 ആളും കൂട്ടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കയറി. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ വഴികളിലൂടെയൊക്കെ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ കൂടിയൊക്കെ ഞങ്ങൾ നടന്ന് ബസ് കയറി. പിന്നെ നമുക്ക് കോണത്തുകുന്നിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കരുപ്പിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട്